ഇപ്പോൾ സമയം 9:41. രാവിലെ തന്നെ ഫുഡ് ഉണ്ടാക്കി. ഇത് ഗോതമ്പിൻ്റെ അടയാണ്. രണ്ട് മുട്ടയുടെ ബുൾസയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വെച്ച് വേണം ഇനി 50 കിലോമീറ്റർ 60 കിലോമീറ്റർ സൈക്കിൾ ഓട്ടാൻ. ഞങ്ങളിപ്പോൾ മഞ്ഞുമൽ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മുനമ്പം അഴീക്കോട് ബീച്ചുകളിലേക്ക് പോവാം. ലെഫ്റ്റിലേക്ക് പോയാൽ കുമരകം ഭാഗത്തേക്ക് പോവാം. എങ്ങോട്ട് പോകണമെന്ന് ജസ്റ്റ് ഒന്ന് തീരുമാനിക്കട്ടെ. ഇന്ന് കുമരകം ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സമയം 11 മണിയായി. ഏതായാലും കുമരകം ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, എന്നാലും അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ. അവിടെ ആകുമ്പോൾ ഇച്ചിരി തണൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതെല്ലാം അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഇടദേശത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലുലുവിൻ്റെ അടുത്ത് എടപ്പള്ളി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ മുളന്തുരുത്തി, അതായത് തൃപ്പൂണിത്തുറ ചെന്നിട്ട് അവിടെ നിന്ന് മുളന്തുരുത്തി, അവിടെ നിന്ന് ഏറ്റുമാനൂർ റോഡ് വഴിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടോ. ഓക്കെ. ഇപ്പോൾ വൈറ്റില ജംഗ്ഷനായി. ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് തൃപ്പൂണിത്തുറ വഴി പോകാമെന്നാണ് കരുതുന്നത്. തൃപ്പൂണിത്തുറ ചെന്ന് അവിടെ നിന്ന് മുളന്തുരുത്തി. ഇന്ന് ഞായറാഴ്ച കൊണ്ട് ആള് തിരക്ക് കുറവാണ് പൊതുവെ. തൈക്കുടത്തെത്തി. തൈക്കുടം മെട്രോ സ്റ്റേഷനാണ്. തൃപ്പൂണിത്തുറ എത്തിയില്ല. സ്റ്റേറ്റ് വെയർ ഹൗസ്. തൃപ്പൂണിത്തുറ എത്തിയിട്ടില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ എത്തുള്ളൂ ഞങ്ങൾ. വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ എത്തി. തൃപ്പൂണിത്തുറ എത്തിയിട്ടില്ല. മെട്രോ വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വഴി വരുന്നത്. ഇവിടെ ഒരു ബോർഡ് കണ്ടു. ചോറ്റാനിക്കര 6.5 കിലോമീറ്റർ, മൂന്നാർ 112 കിലോമീറ്റർ. ഈ കേരള ടൂറിസംകാർ വച്ചിരിക്കുന്ന ബോർഡാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ലേ ഇതൊക്കെ ഒന്ന് ലെവലാക്കി വെക്കാൻ? പിന്നെ എന്താണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്? ഇത്തരം ബോർഡുകളൊക്കെ, സൈൻ ബോർഡുകളെല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്വമല്ലേ? അതിനാളുമുണ്ട്. എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? വളരെ മോശമായ ഒരു പ്രവണതയാണ് അതൊക്കെ. ലോകത്തൊരിക്കലും ഒരിടത്തും കാണാത്ത ചില സിസ്റ്റം. ഇത്ര ഉത്തരവാദിത്വമില്ലാതെ ഗവൺമെൻറ് പെരുമാറുക എന്ന് പറയുന്നത്. നേരെ കാണുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡാണ്. അവിടുന്ന് റൈറ്റിലേക്കാണ് തൃപ്പൂണിത്തുറ, മൂവാറ്റുപുഴ, കോട്ടയം ഭാഗത്തേക്ക് പോകുന്നത്. ജംഗ്ഷനിൽ പോയിട്ട് തിരിയണം. ഇവിടെ ഹിൽ പാലസ് പുരാവസ്തു മ്യൂസിയം അവിടെ എത്തിയിട്ടുണ്ട്.
ഇപ്പോൾ സമയം 12 മണി. ശരി 12 മണിയായി. 1 മണിക്കൂർ ഓടിച്ച് ഞങ്ങൾക്ക് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് വരെ വരാം. പിന്നെ വലിയ സ്പീഡിലൊന്നും വരാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങൾ. ഏതായാലും ഡെസ്റ്റിനേഷൻ ചുമ്മാ അങ്ങനെ പോവുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവിടുന്ന് എങ്ങോട്ടാണെന്നുള്ള ബോർഡോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നോക്കണം. ഏറ്റുമാനൂർ ഭാഗത്തേക്ക് എങ്ങോട്ടോ പോകണമെന്ന് നോക്കിയിട്ട് അവൻ തിരിഞ്ഞു പോകണം. ഓക്കെ, തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ റൈറ്റിലേക്കാണ് മുളന്തുരുത്തി. നല്ലൊരു കയറ്റമായിരുന്നു. അവിടെ കഥയ്ക്കണേ. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. ഓക്കെ, കോട്ടയം പാല പോകുന്ന റൂട്ടാണത്. ചെറിയ ഇറക്കം. കുറച്ച് ദൂരം പോയി നോക്കാം. ചെറിയൊരു മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം സുഖമാണ്. നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഈ വഴി വലിയ വാഹനങ്ങളൊക്കെ ഇച്ചിരി ആയിട്ടാണ്. ഇവിടെ ഒരു ബോർഡുണ്ട്, പക്ഷെ അതിനൊക്കെ എല്ലാം മൂടി ഒരു പരിവായിരിക്കണം. അല്ല, ആളുകൾക്ക് മനസ്സിലാവില്ല. ആ രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്യേണ്ട ഗവൺമെൻറ് ഒരു കാരണവശാലും ഇതിനകത്തേക്ക് തിരിഞ്ഞു പോലും നോക്കണില്ല. റോഡ് സൈനുകളോ കാര്യങ്ങളൊന്നും. അതാണ് നമുക്ക് അത്ഭുതം. ഇതിനൊക്കെ ആളുണ്ട്, പക്ഷെ അവരൊന്നും അത് ചെയ്യില്ല. മടിയന്മാരാണ്. എന്തിനാണ് ഇവരിങ്ങനെ മടി പിടിക്കുന്നത്? ശമ്പളം മേടിക്കണല്ലേ, അതിനനുസരിച്ച് ജോലി ചെയ്തൂടെ അവർക്ക്. ഞാൻ അങ്ങോട്ട് ഒരു പാലം കാണുന്നുണ്ട്, അവിടെ പോയി നോക്കാം. ഇനിയിപ്പോൾ ബോർഡ് നോക്കണം, അതിൻ്റെ അകത്ത് എന്താണെന്ന് ചകഞ്ഞ് നോക്കണം, എന്നാലേ അറിയുള്ളൂ ഇതിനകത്ത് നിങ്ങളെ വഴി എങ്ങോട്ടാണെന്നുള്ളത്. നോക്കട്ടെ. ഞങ്ങൾക്ക് തോന്നുന്നത് മുളന്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലമാണ്. പിന്നെന്താ കണ്ടനാട് എന്ന് എഴുതിയിട്ടുണ്ട് റൈറ്റ്. പിന്നെ വേറെന്തോ ഒരു സ്ക്വയർ, പ്ലാസ സ്ക്വയർ, എന്താണ് പാല സ്ക്വയർ, അങ്ങനെ എന്തോ ഒരു സ്ക്വയർ, അതൊന്നും അറിയില്ല. അതിൽ പോയി നോക്കാം. ഇപ്പോൾ സമയം 1 മണി. ഇതിപ്പോൾ മുളന്തുരുത്തിയിലാണ് നിൽക്കുന്നത്. ഞാൻ വളരെ കഴിഞ്ഞ് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 37 കിലോമീറ്റർ വഴിയുണ്ട് ഭാഗത്തേക്ക്. ഇപ്പോൾ 1 മണിയായി. 37 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ട് പോകാൻ പറ്റുമായിരിക്കും. നോക്കട്ടെ, പോയി നോക്കാം. ഞങ്ങളിപ്പോൾ മുളന്തുരുത്തി ടൗണിലെത്തി. മുളന്തുരുത്തി ടൗൺ ഞായറാഴ്ച ആയതുകൊണ്ട് അധികം തിരക്കില്ല. മുമ്പ് വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇത്ര വലിയ ടൗണൊന്നും ആയിരുന്നില്ലത്. ചെറിയൊരു ഏരിയയിൽ ഏകദേശം ഒരു 15
20 കൊല്ലം മുമ്പ് എന്ന് പറയാം. 20 കൊല്ലം മുമ്പ് വരുമ്പോൾ ഒരു വയർ സ്ട്രൈറ്റനിങ് മെഷീൻ അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരുന്നു ഈ ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് കമ്പനിയിൽ. അങ്ങനെ ഒരു 10-20 കൊല്ലം മുമ്പാണ്. അപ്പോൾ അന്നിങ്ങനെ വലിയ സിറ്റിയോ കാര്യങ്ങളായിട്ടൊന്നുമില്ല, അങ്ങനെ ടൗണായിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ ടൗൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏറ്റുമാനൂർ റോഡ് കണ്ടുപിടിക്കണം. അത്യാവശ്യം ഇവിടെ വലിയ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ വന്ന് അന്നൊരു ചെറിയൊരു ഗ്രാമം പോലെയായിരുന്നു. അന്നൊന്നും ക്യാമറയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഇതുകൊണ്ട് ഷൂട്ട് ചെയ്ത് വയ്ക്കണം. മുളന്തുരുത്തി കഴിഞ്ഞു. ഇതിപ്പോൾ ഏറ്റുമാനൂർ റോഡാണ്. കോട്ടയം ഭാഗത്തേക്ക് പോകുന്നു. കോട്ടയം കുമരകം ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. നല്ല വെയിലാണ്. ഉച്ചനേരത്ത് 1 മണി കഴിഞ്ഞു. നല്ല വെയിലത്താ പോകണം. ആകെ 2 ലിറ്റർ വെള്ളം കരുതിയിട്ടുള്ളൂ. ആകെ 2 ലിറ്റർ വെള്ളം ഞങ്ങൾ കരുതിയിട്ടുള്ളൂ. ഇനി ഇതുപോലെ ചില സമയത്ത് തണൽ കിട്ടുമ്പോൾ ഒരു ആശ്വാസം. ഞായറാഴ്ചയാണെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ട്. ഒരു പക്ഷേ കുമരകത്തേക്ക് പോകുന്ന വണ്ടികളായിരിക്കാം. സൺസെറ്റ് കാണാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. പാണാർപ്പാലം വെള്ളമൊന്നുമില്ല. ഉണ്ട് കുറേ പായലും പുല്ലും പൊടിയൊക്കെ പിടിച്ച് കിടക്കാം. അപ്പോൾ അതൊക്കെ കൃഷിയാണ് കൂടുതലും. ഇതൊരു 30 കിലോമീറ്ററെങ്കിലും കാണും ഇവിടുന്ന്. കുമരകം ഭാഗത്തേക്ക് 30 കിലോമീറ്ററെങ്കിലും കാണും. റബ്ബറും കാര്യങ്ങളൊക്കെയാണ്. ആമ്പല്ലൂർ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഞായറാഴ്ച കൊണ്ട് പൊതുവെ അവധിയാണ്. അടച്ചിട്ടിരിക്കുകയാണ്. ആമ്പല്ലൂർ ടൗൺ ചെറിയ ടൗൺ അത്രേ ഉള്ളൂ. അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും. ആമ്പല്ലൂർ ടൗൺ പൂത്തോട്ട കാഞ്ഞിരമറ്റം ആരക്കുന്നം ലെഫ്റ്റ്, കാഞ്ഞിരമറ്റം പൂത്തോട്ട നേരെ സ്ട്രൈറ്റ്. നമുക്ക് ആ വഴിക്കാണ് പോകേണ്ടത്.
വില്ലുങ്കൽ ജംഗ്ഷൻ, കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷൻ ലെഫ്റ്റിലേക്ക് പോകണം. ആരക്കുന്നം ലെഫ്റ്റ്, തുറമുഖം ലെഫ്റ്റ്. ഏതാ കാണുന്നത് കാഞ്ഞിരമറ്റം ചെറിയ ടൗണാണ്.